നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം പ്രതിപാദിക്കുന്ന നാളെ 1201 മകരമാസം 24-ാം തീയതി, അതായത് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതി ശനിയാഴ്ച, മന്ദവാരം. നാളെ ശനിയാഴ്ച സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:50, അസ്തമയം വൈകിട്ട് 6:27. നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ്. ശനിയാഴ്ച 9 മുതൽ 10:30 വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി ഷഷ്ഠി തിഥിയാണ്. കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. ചന്ദ്രൻ ദുർബലമായി വരികയാണ്. കറുത്തപക്ഷം 5-ാം തീയതി വരെ പ്രായണ ചന്ദ്രൻ ബലവാനാണ്. അത് കഴിഞ്ഞാൽ ചന്ദ്രൻ വളരെ ദുർബലമാവും. പ്രത്യേകിച്ച് അഷ്ടമി വെളുത്തപക്ഷത്തിലായാലും കറുത്തപക്ഷത്തിലേതായാലും നവമി, ഇത് രണ്ടും വളരെ ദുർബലമായ തിഥികളാണ്. പിന്നീട് ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി വരെ വെളുത്തപക്ഷത്തിൽ വളരെ നല്ലതാണ്. കറുത്തപക്ഷത്തിൽ ദുർബലമായി വരുമെന്ന് നിങ്ങൾക്കറിയാം. ഏതായാലും നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണെങ്കിൽ സുബ്രഹ്മണ്യൻ്റെ തിഥിയാണ്. ഇത് കറുത്തപക്ഷത്തിലെ ഷഷ്ഠിയാണ്. സുബ്രഹ്മണ്യനുമായി യാതൊരു ബന്ധവുമില്ല. പിന്നെ നാളത്തെ നക്ഷത്രം, നാളെ ശനിയാഴ്ച ചിത്ര നക്ഷത്രമാണ്. ചിത്ര നാളെ കാലത്ത് 15 നാഴിക കന്നി രാശിയാണ്. അതിനുശേഷം ഉദ്ദേശം 1 മണി മുതൽ തുലാൻ രാശിയാണ്. എപ്പോഴും വ്യാപാരത്തിനുമൊക്കെ നല്ലത് തുലാൻ രാശിയാണ്. കാരണം തുലാൻ രാശി വ്യാപാര രാശിയാണ്. പക്ഷെ നാളെ ഈ ചിത്ര നക്ഷത്രത്തിനൊരു ദോഷമുണ്ട്. കൃത്രിക ഭാഗ്യമൂലാശ്ച മകാ ചിത്രാജ രേവതി ആദാതവ്യം ന ദാതവ്യം തച്ഛേഷന്തു വിനശ്യതി. കാർത്തിക ഭാഗ്യമെന്നാൽ ഉത്രം, മൂലം, മകം, ചിത്ര, രേവതി, ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ വാങ്ങാനും കൊടുക്കാനും നല്ലതല്ല. തച്ഛേഷന്തു വിനശ്യതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് ബാക്കി പോലും നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്. അതിനാൽ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളെ നല്ലതല്ലെന്ന് അറിയുക. നാളെ ചിത്ര നക്ഷത്രത്തിന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭൂമിപരമായ ക്രയവിക്രയങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അഡ്വാൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞ് തയ്യാറാവുക. പിറ്റേ ദിവസം നല്ല സമയമുണ്ട്, ഞായറാഴ്ച നമുക്ക് നല്ല മുഹൂർത്തം ഞാൻ തരാം. ഏതായാലും വാങ്ങൽ കൊടുക്കൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ചിത്രം നല്ലതാണ്. ഇഫ് യു ആർ പ്ലാനിങ് ഫോർ എ ട്രാവലിംഗ്, നാളെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയമൊക്കെ വളരെ നല്ലതാണ്. ചിത്രക്ക് ഏറ്റവും നല്ലത് ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത് മകരരാശിയിലാണ്. മകരരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചൊവ്വയെപ്പറ്റി സംസാരിക്കുന്നത്? കാരണം മകരം, ചിത്ര, അവിട്ടം ഈ നക്ഷത്രങ്ങളുടെ റൂളർ, ഭരണാധികാരി ചൊവ്വയാണ്. ചൊവ്വ പുരുഷരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യ, സ്ത്രീ രാശിയിലാണെങ്കിൽ ഭദ്രകാളിയുമാണ്. അതിനാൽ നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദോഷം മാറാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ മുട്ടറക്കാം. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ മന്ത്രം ചൊല്ലാം. ശത്രുസംഹാര ഗുരുതിയൊക്കെ ചെയ്യാം. ദേഹാരോഗ്യത്തിന് ദേഹമുട്ടി ചെയ്യാം. മകരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് BP വളരെ പെട്ടെന്ന് വരും ഇവർക്ക്. കാരണം രക്തമർദ്ദമാണ് ചൊവ്വ. ആ ചൊവ്വയാണ് രാഹുവോടുകൂടെ കേതുവോടുകൂടെ നിൽക്കുമ്പോഴൊക്കെ പലപ്പോഴും ക്യാൻസറിൻ്റെ വകഭേദങ്ങളായി വരുന്നത്. വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായി ഈ ചൊവ്വ ഉണ്ടാക്കുന്ന ക്യാൻസർ പേഷ്യൻസിന് ചൊവ്വയാണ് വില്ലനായി വരുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും മകരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക് നാം 3 മുഖ രുദ്രാക്ഷം പരിഹാരമായി പറയുന്നത്. പെട്ടെന്ന് രക്തദോഷങ്ങളെ നിയന്ത്രിക്കാൻ ഈ 3 മുഖ രുദ്രാക്ഷം വളരെ എഫക്റ്റീവാണ് മകരം, ചിത്ര, അവിട്ടം നക്ഷത്രക്കാർക്ക്. പിന്നീട് നമുക്ക് നാളെ ഈ മേൽപ്പറഞ്ഞ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മേൽപ്പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യാം. ഭൂമിപരമായ വിൽപ്പനക്കൊക്കെ തന്നെ നാളത്തെ ദിവസം കാലത്തൊരു ഭൂമി പൂജ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഗുണങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. ഭൂമിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഭൂമി ദേവതയെ ഭജിക്കാൻ ഏറ്റവും നല്ലതാണ് ഓം വരാഹമൂർത്തയെ നമഃ. കാരണം വരാഹമൂർത്തിയാണ് ഭൂമിയെ ആപത്തിൽ നിന്നും രക്ഷിക്കുന്നത്. അതിനാൽ വരാഹമൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കുന്നതാണ്. നാളത്തെ മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാളെ കാലത്ത് 8 മണി മുതൽ 8:45 വരെയുള്ള സമയം, 12:50 മുതൽ 1:50 വരെയുള്ള സമയം ഏറ്റവും ഉത്തമമാണ്. ആ സമയത്ത് ചൊവ്വ തുലാൻ രാശിയിലേക്ക് വരും. സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൾക്ക് അനുകൂലമല്ല എന്ന് ഞാൻ സൂചിപ്പിച്ചു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.